സ്തുതി. കർത്താവിൽ സ്നേഹം നിറഞ്ഞ ശാലോം പ്രേക്ഷകരെ, ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. പരിശുദ്ധ അപ്പോസ്തലനായ തോമാസ് ലീഹായുടെ ഓർമ്മ ആഘോഷിക്കുന്ന നാളുകളാണല്ലോ ഈ ദിവസങ്ങൾ. ഭാരതത്തിൻ്റെ അപ്പോസ്തലനായ മാർ തോമാസ് ലീഹായെ പരിശുദ്ധ സഭ 3 പ്രാവശ്യം പെരുന്നാളുകൾ ആഘോഷിച്ച് ആദരിക്കുന്നുണ്ട്. ഒന്ന് ദുഃഖ്രോന പെരുന്നാൾ ജൂലൈ 3-ാം തീയതി. ആ പിതാവിൻ്റെ തിരുശേഷിപ്പ് ഇന്ത്യയിൽ നിന്നും ഉറഹായിലേക്ക് എടുക്കപ്പെട്ടതായ ആ ദിനം പെരുന്നാളായിട്ട് പരിശുദ്ധ സഭ ആചരിക്കുന്നു. രണ്ടാമത് പരിശുദ്ധ പിതാവിൻ്റെ മഹാനിര്യാണ ദിനമായ ഡിസംബർ 21-ാം തീയതി എല്ലാ ദേവാലയങ്ങളും തോമാസ് ലീഹായുടെ പെരുന്നാളായിട്ട് ആചരിച്ചു വരുന്നു. എന്നാൽ കർത്താവിൻ്റെ ഉയർപ്പെഴുന്നേറ്റ് വരുന്ന ആദ്യത്തെ ഞായറാഴ്ച പുതു ഞായറാഴ്ച എന്നറിയപ്പെടുന്നു. പുതു ഞായറാഴ്ച തോമാസ് ലീഹായുടെ പെരുന്നാൾ ആചരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ഒരു പെരുന്നാളായിട്ടാണ്. അതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. കർത്താവ് കാൽവറിയിൽ മരണപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർ ഭയവിഹ്വലരായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ യഹൂദന്മാരെയുള്ളതായ ഭയം നിമിത്തം, അതായത് തങ്ങളുടെ ഉടയവനും നാഥനുമായവനെ യഹൂദന്മാർ പിടിച്ച് പീഡകളേൽപ്പിച്ച് കാൽവറി കുരിശിൽ തറച്ച് മരിച്ചു. ആ അവസ്ഥ തങ്ങൾക്കും വന്നേക്കാം എന്നുള്ള ഭയം സ്ലീഹന്മാരെല്ലാവരും ഒരുമിച്ച്, തോമാസ് ലീഹ ഒഴികെ, സെഹ്യോമാളിയിൽ വാതിലുകൾ അടച്ചിരിക്കെ, വചനം പറയുന്നത് എങ്ങനെയാണ്? യഹൂദന്മാരെയുള്ള ഭയം നിമിത്തം വാതിലുകൾ അടച്ച് കൂട്ടായ്മ ആചരിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ അടയ്ക്കപ്പെട്ട മുറിക്കുള്ളിൽ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവർക്ക് സമാധാനം ആശംസിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19 വചനങ്ങളിലാണ് ഈ സംഭവം വിവരിക്കുന്നത്. യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ തൻ്റെ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് തൻ്റെ ആണിപ്പാടുകൾ ശിഷ്യന്മാരെ കാണിച്ചുകൊണ്ട് ഇത് സാക്ഷാൽ കർത്താവാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. തന്നെയല്ല, സ്വതസിദ്ധമായ തൻ്റെ ശൈലിയിൽ നിങ്ങൾക്ക് സമാധാനമെന്ന് ആശംസിക്കുന്നു. വാസ്തവം പറഞ്ഞാൽ യേശുവിൻ്റെ തിരുജനനത്തോടനുബന്ധിച്ചും അല്ലെങ്കിൽ കന്യമറിയാമിനോടുള്ള അറിയിപ്പിൻ്റെ വേളയിലുമെല്ലാം മാലാഖ വന്ന് പറയുന്നത് കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനമെന്നാണ്. ഭയപ്പെടേണ്ട, കർത്താവ് നിന്നോട് കൂടെ. ഇപ്പോൾ ഭയവിഹ്വലരായവരുടെ മുമ്പിൽ സമാധാനത്തിൻ്റെ സന്ദേശവുമായിട്ടാണ് ദൈവത്തിൻ്റെ മാലാഖയും അതുപോലെ ഉയർത്തെഴുന്നേറ്റ കർത്താവും പ്രത്യക്ഷപ്പെടുന്നതായിട്ട് കാണുന്നത്. കർത്താവ് തൻ്റെ ജീവിതത്തിലുടനീളം സമാധാനത്തിൻ്റെ സന്ദേശവാഹകനായിരുന്നു. പ്രിയമുള്ളവരെ, ജീവിതത്തിലെ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിൽ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. അവൻ്റെ തുളയ്ക്കപ്പെട്ട കരം നമുക്കെപ്പോഴും ധൈര്യം പകരുന്നതാണ്.
ആ തുളയ്ക്കപ്പെട്ട കരത്തിൽ അല്ലെങ്കിൽ പഞ്ചമുറിവുകളിലേക്ക് നോക്കി ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ജീവിതത്തിൽ സന്തത സഹചാരിയാക്കുവാനായിട്ട് സാധിക്കുമ്പോൾ നാം പതറിപ്പോകാതിരിക്കുക. പലപ്പോഴും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ പതറിപ്പോകുന്നവരാണ് നമ്മൾ. ഈ ശിഷ്യന്മാരെ പോലെ ചിതറിപ്പോകുന്നവരാണ് നമ്മൾ. എന്നാൽ കർത്താവിൻ്റെ കുരിശിലെ മരണവും ഉയർത്തെഴുന്നേൽപ്പും നമ്മൾ ഒരു വിചിന്തനത്തിന് വിധേയമാക്കുവാനായിട്ട് തയ്യാറാകണം. അങ്ങനെ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ധൈര്യം പൂണ്ട തൻ്റെ അരുമ ശിഷ്യന്മാരെ താൻ പരിശുദ്ധാത്മാവിൻ്റെ നൽവരങ്ങൾ നൽകിയും അധികാരങ്ങൾ നൽകി അവരെ സമൂഹത്തിലേക്ക് കെട്ടുവാനും അഴിക്കുവാനും പാപമോചനം നൽകുവാനുമുള്ള അധികാരം നൽകി സമൂഹത്തിലേക്ക് പറഞ്ഞയക്കുന്നതായ ഒരു സംഭവമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. എന്നാൽ തുടർന്നുള്ളതായ ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, ഈ ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ തോമാസ് ലീഹ ഉണ്ടായിരുന്നില്ല. അത് തോമാസ് ലീഹായുടെ ഒരു ബലഹീനതയായിട്ട് കാണുന്ന സഭാ സമൂഹവും ഇന്നുണ്ട്. എന്നാൽ എൻ്റെ ചിന്തയിൽ ഈ ഭയവിഹ്വലരായ ശിഷ്യന്മാരാണ് ഇവിടെ വാതിലുകളടച്ച് മുറിക്കുള്ളിൽ ഒളിച്ചിരുന്നത് എങ്കിൽ ആ ഭയം ഈ തോമാസ് ലീഹായെ അലട്ടിയിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് സമൂഹത്തിൽ തൻ്റെ ദൗത്യ നിർവഹണം നടത്തുവാനായിട്ട് സാധിച്ചത്. എന്തായാലും തോമാസ് ലീഹ തിരികെ വന്ന് തൻ്റെ കൂട്ടുശിഷ്യന്മാരുടെ അനുഭവങ്ങൾ കേൾക്കുകയായിരുന്നു. കർത്താവ് അവർക്ക് പ്രത്യക്ഷപ്പെട്ടതും ആണിപ്പാടുകൾ കാണിച്ചതും അധികാരങ്ങൾ നൽകിയതുമെല്ലാം പങ്കുവച്ചപ്പോൾ തോമാസ് ലീഹായ്ക്കത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല എന്നുള്ളൊരു വാസ്തവമാണ്. എന്നാൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ആണിപ്പാടുകൾ കണ്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെയും അത് തോമാസ് ലീഹായുടെ ഒരു പോസിറ്റീവ് മനോഭാവമായിട്ടാണ് ഞാനതിനെ വിവക്ഷിക്കുന്നത്. തീക്ഷ്ണമായ വിശ്വാസത്തിലേക്ക് അപകടം സംഭവിക്കരുത് എന്നുള്ളൊരു ബോധ്യം അദ്ദേഹത്തെ ഭരിച്ചിരുന്നത് കൊണ്ടാണ് ആണിപ്പാടുകൾ കണ്ട് മുറിപ്പാടുകളിൽ തൻ്റെ വിരലിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് തോമാസ് ലീഹ പറയുവാനായിട്ട് ഇടയായത്. എന്തായാലും പിറ്റേ ആഴ്ചയിൽ തന്നെ അധികം വൈകിയില്ല. ഈ തോമാസ് ലീഹായുടെ നിഷ്കളങ്കതയാണ് കർത്താവ് വീണ്ടും അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെടുവാനായിട്ട് മുഖാന്തരമായത്. അങ്ങനെ തോമാസ് ലീഹായെ ക്ഷണിക്കുകയാണ്, നിന്റെ വിരൽ എൻ്റെ വിലാപ്പുറത്തിടുക, എൻ്റെ മുറിപ്പാടുകളെ നീ തൊടുക. പ്രിയമുള്ളവരെ, മറ്റൊരു സംഭവം കൂടി കൂട്ടിച്ചേർത്ത് ഇവിടെ നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ സംഭവം സാക്ഷികളായ 3 സ്ത്രീകളുണ്ട്, മറിയമാർ. കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പ്രതി മാലാഖയുടെ സന്ദേശം അവർക്ക് ലഭിച്ചപ്പോൾ, അല്ലെങ്കിൽ ഒഴിഞ്ഞ കല്ലറ അവർ കണ്ടപ്പോൾ അവരും ഭയവിഹ്വലരാകുകയായിരുന്നു. എൻ്റെ കർത്താവിനെ അവർ കട്ടുകൊണ്ടുപോയി എന്നാണ് മാലാഖ പറഞ്ഞു, അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന്. എന്നാൽ അവർക്കത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല. കർത്താവ് അവിടെ അവർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് അവരെ പേരുചൊല്ലി വിളിക്കുക. അവിടെയും അവർക്കത് അംഗീകരിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. കർത്താവിൻ്റെ ശബ്ദം കേട്ട് അത് യേശു ആണോ എന്നറിയാനായിട്ട് അടുത്ത് ചെന്നപ്പോൾ എന്നെ തൊടരുത് എന്നാണ് കർത്താവ് അവിടെ ആ സ്ത്രീകളോട് ആദ്യത്തെ
സുവിശേഷകരായ ആ സ്ത്രീകളോട് അരുളി ചെയ്യുന്നതെങ്കിൽ ഇവിടെ തോമാസ് ശ്ലീഹായോട് പറയുകയാണ്, നിന്റെ വിരൽ എൻ്റെ മുറിപ്പാടുകളിൽ തൊട്ടു നോക്കുക. അവിടെയും ഒരു പ്രത്യേക പരിഗണന തോമാസ് ശ്ലീഹായ്ക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തായാലും മുറിപ്പാടുകൾ കണ്ട തോമാസ് ശ്ലീഹ വിരൽ സ്പർശിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ വലിയൊരു വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നു. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. വാസ്തവത്തിൽ തോമാസ് ശ്ലീഹായുടെ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയാണ് അവിടെ വെളിപ്പെടുക. യേശുവിനെ കർത്താവും ദൈവവുമായിട്ട് അംഗീകരിക്കുവാനായിട്ട് സാധിക്കും. അതാണ് വിശ്വാസ പ്രഖ്യാപനം എന്ന് പറയുന്നത്. അതാണ് തീക്ഷ്ണമായ വിശ്വാസത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെയും, ഈ തീക്ഷ്ണമായ വിശ്വാസത്തിൻ്റെ അനുഭവം അനുസ്മരിക്കുന്ന സുദിനങ്ങളാണ് ഈ ദിവസങ്ങൾ. അതുകൊണ്ട് തോമാസ് ശ്ലീഹായെ നമ്മുടെ ജീവിതത്തിൽ ഒരു മഹാമധ്യസ്ഥനായിട്ട് അംഗീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. തോമാസ് ശ്ലീഹായുടെ മാതൃക പിന്തുടരുവാനായിട്ട് നമുക്ക് ഇടയാകണം. പ്രിയമുള്ളവരെയും, തോമാസ് ശ്ലീഹായുടെ മറ്റൊരു വിശ്വാസത്തിൻ്റെ പ്രഖ്യാപന സന്ദർഭം ഈ യോഹന്നാന്റെ സുവിശേഷം തന്നെ 11-ാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. ലാസർ രോഗിയായി മരണപ്പെട്ടു. കർത്താവിൻ്റെ ഉറ്റ സുഹൃത്തായിരുന്നു ലാസർ. കർത്താവ് നിത്യേന ലാസറിൻ്റെ ഭവനത്തിൽ ചെല്ലുകയും അവിടെ അവരുമായി ആഹരിക്കുകയും വചനം പങ്കുവയ്ക്കുകയും ചെയ്യുന്നതായൊരു പശ്ചാത്തലമുണ്ടായിരുന്നു. ഈ കർത്താവിനും ഈ ഭവനവുമായിട്ടുള്ള അടുപ്പം മനസ്സിലാക്കിക്കൊണ്ട് കർത്താവ് ആ ഭവനം സന്ദർശിക്കുന്ന തക്കം നോക്കി യഹൂദന്മാർ അവനെ പിടിക്കുവാനായിട്ട് അവസരമൊരുക്കുകയാണ്. ഇത് ശിഷ്യന്മാർ മണത്തറിഞ്ഞു. അതുകൊണ്ട് തന്നെ ശിഷ്യന്മാർ കർത്താവിനെ ഒരു വേറിട്ട സ്ഥലത്ത്, വാസ്തവത്തിൽ ഒളിവിൽ പാർപ്പിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലം. ആ അവസരത്തിലാണ് ഈ ലാസറിൻ്റെ ദീനവും ലാസറിൻ്റെ മരണവും. ലാസർ ആയി എന്ന് കേട്ടപ്പോൾ കർത്താവിന് ലാസറിൻ്റെ ഭവനത്തിലേക്ക് പോകുവാനായിട്ട് തിടുക്കമുണ്ടായിരുന്നു. പക്ഷേ തൻ്റെ അരുമ ശിഷ്യന്മാർ അതിന് അനുവദിച്ചില്ല. കാരണം ലാസർ രോഗം മൂർച്ഛിക്കുമ്പോൾ കർത്താവ് അവിടെ സന്ദർശിക്കുമെന്നുള്ള യഹൂദന്മാർക്കറിയാം. അവർ തക്കം നോക്കി നിൽക്കുകയാണ് എന്ന് മണത്തറിഞ്ഞ ശിഷ്യന്മാർ ആ അപകടത്തെ അതിജീവിക്കുവാനായിട്ടാണ് കർത്താവിന് ലാസറിൻ്റെ ഭവനത്തിലേക്ക് പറഞ്ഞു വിടാതിരുന്നത്. കർത്താവ് മരിച്ചതായി അറിഞ്ഞു. അവിടെയും താൻ നിസ്സഹായനായിട്ട് നിൽക്കുകയാണ്. ശിഷ്യന്മാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഒളിവിൽ പാർത്തിരിക്കുക. അവിടെ യഹൂദന്മാർ നിശ്ചയമായും ലാസറിൻ്റെ ഭവനത്തിൽ ലാസർ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ കർത്താവ് അവിടെ വരും എന്നുള്ള ഉറപ്പ് അവർക്കുണ്ടായിരുന്നു. അവിടെ അവനെ പിടികൂടാമെന്നവർ തക്കം നോക്കിയിരിക്കുക. എന്തായാലും ലാസർ മരിച്ചു എന്നറിഞ്ഞിട്ടും കർത്താവ് അവിടെ ചെല്ലുന്നില്ല. 3-4 ദിവസമായപ്പോൾ കർത്താവ് കയറ് പൊട്ടിച്ച് ലാസറിൻ്റെ ഭവനത്തിലേക്ക്, ബഥാനിയയിലേക്ക് പോകുവാനായിട്ട് തയ്യാറാകുകയാണ്. ശിഷ്യന്മാരുടെ നിയന്ത്രണത്തിൽ അവൻ വിധേയനാകുന്നില്ല എന്ന് കണ്ടപ്പോൾ തോമാസ് ശ്ലീഹ പറയുന്നു, നമുക്കും അവനോട് കൂടെ പോയി മരിക്കാം. കണ്ടോ, തോമാസ് ശ്ലീഹയുടെ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണത എത്രമാത്രമാണെന്ന് നോക്കിയേ. നമുക്കും അവനോട് കൂടെ പോയി മരിക്കാം എന്നുള്ള തീക്ഷ്ണമായ വിശ്വാസം ഏറ്റെടുത്തുകൊണ്ട് ഈ തോമാസ് ശ്ലീഹ കർത്താവിൻ്റെ സാക്ഷിയാകുവാനായിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് തോമാസ് ശ്ലീഹ ഇന്ത്യയിലേക്ക് വരുവാനും
അക്രൈസ്തവരായിരുന്ന നമ്മുടെ പൂർവികരെ വിശ്വാസം പഠിപ്പിക്കുവാനും മാമോദീസ മുക്കുവാനും സഭയിലെ അംഗങ്ങളാക്കി തീർക്കുവാനും തക്കവണ്ണം ഇടയായത്. തോമാശ്ലീഹ ഇന്ത്യയിൽ വന്നു എന്നുള്ളതിന് വ്യക്തമായ തെളിവുകൾ ഇന്ന് അവശേഷിക്കുന്നുണ്ട്. അദ്ദേഹം സ്ഥാപിച്ചതായ ദേവാലയങ്ങൾ, അദ്ദേഹം പട്ടം കൊടുത്തതായ കുടുംബങ്ങൾ, ഇതെല്ലാം ഇന്ന് നമ്മുടെ സഭയിൽ നിലവിലുണ്ട് എന്നുള്ളത് കൊണ്ട് തോമാശ്ലീഹായുടെ സുവിശേഷ പ്രഘോഷണം അല്ലെങ്കിൽ സഭ ഇന്ത്യയിൽ സ്ഥാപിക്കുവാൻ തക്കോണം തോമാശ്ലീഹ തയ്യാറായി എന്നുള്ളതിന് ചരിത്ര സത്യങ്ങളാണ് ഇതെല്ലാം വെളിപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, തോമാശ്ലീഹായുടെ ഓർമ്മ നമ്മൾ ആചരിക്കുമ്പോൾ ഈ തോമാശ്ലീഹ ഏതൊരു വിശ്വാസത്തെ പ്രതി നമുക്ക് അവനോടുകൂടെ പോയി മരിക്കാം പറഞ്ഞ ആ പിതാവ് ഇന്ത്യയിൽ വന്ന് ശത്രുക്കളാൽ കുന്തത്തിൻ്റെ കുത്തേറ്റ് മൈലാപ്പൂരിൽ മരണമടയുവാൻ തക്കവണ്ണമിടയായി. ഞാൻ സാധാരണ പറയാറുണ്ട്, നമ്മുടെ കർത്താവ് ബേത്ലഹേമിൽ ജനിച്ചത് മരിക്കുവാനാണെന്ന്. നാം എല്ലാം ജനിച്ചത് ജീവിക്കുവാനാണെങ്കിൽ കർത്താവ് ബേത്ലഹേമിൽ ജനിച്ചത് കാൽവറി സ്വപ്നം കണ്ടുകൊണ്ടായിരുന്നു. പ്രിയമുള്ളവരെയും, കാൽവറി സ്വപ്നം കണ്ടുകൊണ്ട് ബേത്ലഹേമിൽ ജനിച്ച നമ്മുടെ കർത്താവ് കാൽവറിയിൽ നമുക്ക് വേണ്ടി മരണപ്പെട്ടത് നാം എല്ലാവരും നിത്യതയിൽ ജീവിക്കുവാനായിട്ടാണ്. നമ്മെ എല്ലാവരെയും നിത്യതയിലെത്തിക്കുവാനായിട്ടാണ് കർത്താവ് കാൽവറിയിൽ മരണപ്പെടുവാനായിട്ട് ഇടയായത്. അങ്ങനെയെങ്കിൽ നമ്മളിന്ന് വിചിന്തനത്തിന് തയ്യാറാകണം. പ്രിയമുള്ളവരെയും, നമുക്ക് വേണ്ടി മരിച്ചവനായ നമ്മുടെ കർത്താവിന് വേണ്ടി തോമാശ്ലീഹ പറഞ്ഞതുപോലെ മരിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചില്ലെങ്കിലും നമ്മുടെ കർത്താവിന് വേണ്ടി ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ കർത്താവിന് വേണ്ടി ജീവിക്കുവാനായിട്ട് നാം തയ്യാറാകുമ്പോഴാണ് നമ്മെ പ്രതി സ്വർഗം സന്തോഷിക്കുന്നത്. നമ്മുടെ കർത്താവിന് വേണ്ടി ജീവിക്കുവാനായിട്ടൊരു തീരുമാനം ഇന്ന് നമ്മൾ എടുത്തിട്ടില്ല എങ്കിൽ ഞാൻ പറയും, നമ്മൾ മാമോദീസായിൽ ഏറ്റെടുത്തതായ ആ ദൗത്യം ഇന്നും നിറവേറപ്പെട്ടിട്ടില്ല. കർത്താവിന് വേണ്ടി വേല ചെയ്യുവാൻ നമ്മളൊന്ന് സ്വയം വിലയിരുത്തുക. എത്ര പേരെ ദൈവസന്നിധിയിലേക്ക് ആദായപ്പെടുത്തുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മളെ കുടുംബാംഗങ്ങളെ പോലും ദൈവസന്നിധിയിലേക്ക് നേടുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ മക്കളെ പോലും നമ്മുടെ ജീവിത പങ്കാളിയെ പോലും ദൈവസന്നിധിയിലേക്ക് നേടുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ? സാധിച്ചിട്ടില്ലെങ്കിൽ എന്താ നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം? അതുകൊണ്ട് കർത്താവിന് വേണ്ടി മരിക്കുവാനായിട്ട് തയ്യാറായില്ലെങ്കിലും കർത്താവിന് വേണ്ടി ജീവിക്കുവാനായിട്ട് തീരുമാനമെടുത്താൽ ഇന്ന് സ്വർഗം സന്തോഷിക്കും എന്ന് ഞാൻ പറയും. അതുകൊണ്ട് ഈ വർഷത്തെ ഈ ഉയർപ്പ് പെരുന്നാളിൻ്റെയും അല്ലെങ്കിൽ പരിശുദ്ധ നോമ്പിൻ്റെയും എല്ലാം ആകത്തുകയായിട്ട് നാം ഒരു പുനഃസമർപ്പണത്തിന് തയ്യാറാകേണ്ട ദിവസങ്ങളാണ്. ഓരോ നോമ്പിൻ്റെയും പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉയർപ്പ് പെരുന്നാളിൻ്റെയും ഓർമ്മകൾ നമ്മൾ പുതുക്കുമ്പോൾ
നമ്മെ തന്നെ ഒരു വിചിന്തനത്തിന് വിധേയമാക്കുവാനും ഒരു പുനഃസമർപ്പണത്തിന് വിട്ടുകൊടുക്കുവാനുമായിട്ട് സാധിക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ നമ്മെ പ്രതി സ്വർഗം സന്തോഷിക്കുക. ആ ഒരു ദൈവാനുഭവത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഈ വർഷത്തെ വലിയ നോമ്പും പീഡാസഹനങ്ങളും ഉയർപ്പ് പെരുന്നാളും അനുഗ്രഹകരമായി ആചരിക്കുവാൻ തക്കോണം ഞങ്ങൾക്ക് സാധിച്ചല്ലോ. തോമാശ്ലീഹായെ പോലെ ഞങ്ങളുടെ വിശ്വാസത്തെ ഒന്ന് പുനഃപ്രഖ്യാപിക്കുവാനായിട്ടുള്ള ഒരു അവസരമായിട്ട് നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നതിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ തീക്ഷ്ണമായ വിശ്വാസത്തെ അപഗ്രഥിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ളതായ വീഴ്ചകളെയും തളർച്ചകളെയും കണ്ടെത്തുവാനും അങ്ങനെ തീക്ഷ്ണതയോടെ മുന്നേറുവാനും തോമാശ്ലീഹായെ പോലെ കർത്താവിന് വേണ്ടി മരിക്കുവാനും അല്ല, തമ്പുരാന് വേണ്ടി ജീവിക്കുവാനും എങ്കിലുമുള്ള ഒരു തീരുമാനമെടുത്താൽ ഇന്ന് ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി ഞങ്ങൾക്ക് പ്രാപിക്കുവാനായിട്ട് ഇടയാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ആ ഒരു തീക്ഷ്ണമായ ദൈവാനുഭവത്തിലേക്ക് നീ ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാവേ, ശുദ്ധിവാന്മാരെ, ശുദ്ധികളെ പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുവായുടെയും നാമത്തിൽ തന്നെ ആമേൻ.